എനിക്കറിയാം അരുന്ധതി ആകെ തകർന്നിരിക്കുകയാണെന്ന്. ഞാൻ പ്രതീക്ഷിച്ചത് ഈ വാർത്ത അറിയുമ്പോൾ അരുന്ധതി നിലവിളിച്ച് തലതല്ലി കരയുമെന്നാണ്. പക്ഷേ ഇങ്ങനൊരു വാർത്ത എന്തെങ്കിലും കേൾക്കുമെന്ന് അരുന്ധതി പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതിന് മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഞാനൊക്കെ തകർന്നു വയ്ക്കുക സർ. എന്റെ ഋഷിമോൻ, ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അരുന്ധതി, അരുത്, വീണു പോകരുത്. ഇത് പരീക്ഷണത്തിന്റെ നിമിഷങ്ങളാണ്. ആ നന്ദൻ എന്നാലും എന്റെ മോനെ ഇല്ലാണ്ടാക്കി കളഞ്ഞല്ലോ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി അരുന്ധതി വെറുതെ വിട്ടാലും സിദ്ധാർത്ഥ നന്ദനെ വെറുതെ വിടുവോ? എന്ന് അരുന്ധതി കേട്ടോളൂ. സിദ്ധാർത്ഥ നന്ദനെ നാളെ പോലീസിന് മുന്നിൽ ഹാജരാക്കും. നിയമം നന്ദനോട് ചോദിക്കട്ടെ. കോടതിയിൽ അങ്ങനെ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. സകല രഹസ്യങ്ങളും പുറത്തു വരും. കുഴിച്ചിട്ടിരിക്കുന്ന ഋഷിയുടെ ബോഡി പുറത്തെടുക്കും. അതിനിടെ പോലീസ് നന്ദനെതിരെയുള്ള സർവ്വ തെളിവുകളും ശേഖരിക്കും. എന്താ അരുന്ധതി മരവിച്ചതുപോലെ നിൽക്കുന്നത്? എനിക്കറിയാം അരുന്ധതിയുടെ കരച്ചിലൊക്കെ വറ്റിക്കാണും. എന്തായാലും നാളെ ഋഷിയുടെ ആത്മാവിന് നീതി കിട്ടുന്ന ദിവസമാണ്. അരുന്ധതിക്ക് സമാധാനവും. മകനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും യഥാർത്ഥ കുറ്റവാളി പിടിയിലാവുമല്ലോ. ശരി അരുന്ധതി, ഞാൻ ഇറങ്ങുകയാണ്. നാളത്തെ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമായിട്ട് മാറും. പലരുടെയും മുഖം മൂടി വലിച്ചു കീറപ്പെടും. മിണ്ടരുത്. ഇനി വരുന്നതൊക്കെ അങ്ങ് അനുഭവിച്ചേക്കാം. ചേച്ചി വന്നോ? ആ, ചന്ദ്രമതി ആന്റിയെ കണ്ടിട്ട് ചന്ദ്രത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട്. ആ പോണം. ഒന്നും കഴിച്ചില്ല. എന്തേലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാ. ആ ചേച്ചി ഇരിക്കെ, ഞാൻ ചോറെടുക്കാം. ആ അല്ല, അമ്മ എവിടെയടി? അച്ഛന് കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുക. ആ അല്ലേ ചേച്ചി, ഹരിയങ്കിള് അരുന്ധതി മാഡത്തിന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയോ? ഇല്ല, ഞാൻ ചന്ദ്രോത്ത് അമ്മയെ വിളിച്ചിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ല എന്നാ പറഞ്ഞേ. ഇപ്പൊ എന്തിനാ ഹരിയങ്കിൾ അവിടേക്ക് പോയേ? ഒന്നും അറിയില്ലടി.
എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാ അങ്കിള് നീങ്ങുന്നത്. എന്തായാലും ഇതിന് പുറകിലുള്ള രഹസ്യങ്ങളൊക്കെ ഉടനെ പുറത്തു വരും. എന്റെ ശ്രമം അത് തന്നെയാ. ചേച്ചിക്ക് വിവരങ്ങൾ കിട്ടുന്നതിന് മുമ്പേ എനിക്കെന്തെങ്കിലും സൂചന കിട്ടും. നീ ഏത് വഴിക്കാ നീങ്ങുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടരുത്. ആർക്കും എന്റെ വഴിയിലൂടെ വരാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടില്ല. ഞാൻ തെളിക്കുന്ന വഴിയിലൂടെ ചിലർ നടക്കുന്നുണ്ട് എന്റെ പിന്നിലൂടെ. അവരെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടും. ശരി, നീ ഇന്ന് ആരെങ്കിലും കാണാൻ പോയിരുന്നോ? ആ, പോയി. കാണേണ്ടവരെ കണ്ടു. അവരെ വിടാതെ പിന്തുടരണമല്ലോ. അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. മോളെ, ഹരിയങ്ങള് വരാറായി. ആണോ? മോളെവിടെയാ? ഞാനിവിടെ വീട് വരെ വന്നതാ. എന്നാ മോള് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി അച്ഛാ, ഞാനിപ്പോ വരാം. എന്താ ചേച്ചി? ഹരിയങ്ങൾ എത്താറായെന്ന്. ഞാനിന്ന് അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. നീ അമ്മയോടൊന്ന് പറഞ്ഞേക്കേ. അല്ല, ചേച്ചി കഴിക്കുന്നില്ലേ? വേണ്ട, സമയം കളയണ്ട. കുറച്ച് ചോറിട്ടിട്ട് പോവാൻ ചേച്ചി. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്ലേ ചേച്ചി, നീ കുറച്ച് കൂടുതൽ കഴിച്ചോ. ചേച്ചിക്ക് വിശക്കുന്നു പറഞ്ഞല്ലേ? CID പണി എടുക്കാനുള്ളതല്ലേ? എന്റെ CID പണിയുണ്ട് ചേച്ചിയുടെ പ്രശ്നങ്ങൾ തീരും. ഞാനതിന്റെ ശ്രമത്തിലല്ലേ. മോളെ, ആ, എന്താ പാപ്പ, സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ബെല്ല ഇവിടുന്ന് മാറുന്നത് നല്ലതാ. കഴിയുന്നതും വേഗം. ഈ വീട്ടിൽ നിന്ന് മാറാനോ? ഈ വീട്ടിൽ നിന്നല്ല, ഈ രാജ്യത്തുനിന്ന് തന്നെ. നീ US വിട്ടു. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ടിക്കറ്റ് പറയാം. അതെന്തിനാ? ഇവിടെ ബിസിനസ്സുമായിട്ട് കഴിയുന്ന ഞാൻ എന്തിനാ US പോകുന്നേ? എന്താ സാർ പ്രശ്നം? ഹരികൃഷ്ണൻ ഒരു പ്രശ്നമാവുന്ന സംശയമുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വഴി ഞാൻ ഒരു അന്വേഷണം നടത്തി. അപ്പം കിട്ടിയ ന്യൂസ്, ഹരി മുൻകൈയെടുത്ത് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവാണെന്ന്. പോലീസിന് മുന്നിൽ നന്ദൻ കുറ്റസമ്മതം നടത്തിയാലേ എല്ലാവരും പെടും. കൊലപാതകത്തിന് കെവിൻ സഹായിച്ച ഉൾപ്പെടെ വരും. ഈ കേസിലെ ബെല്ലിയുടെ ഇടപെടലും ഗൂഢാലോചനയും പുറത്തു വരും. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളതും കണ്ടെത്തും. ചുരുക്കത്തിൽ നമ്മൾ 3 പേരും പെടും. അതുകൊണ്ട് ശ്രദ്ധിച്ചേ പറ്റൂ. കെവിൻ തൽക്കാലം ചെന്നൈയിലേക്കോ മറ്റോ ഒന്ന് മാറിയിരിക്കുക. നീ US വിട്ടു. ജിൻസി ആന്റിയോട് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ബെല്ല, നീ വെറുതെ വാശി പിടിക്കല്ല. നീ കരുതും പോലെയൊന്നുമല്ല. കുടുങ്ങിയ പിന്നെ പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. എന്തായാലും ശരി, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവില്ല. എനിക്കാദ്യം എന്റെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കണം. നന്ദന്റെ കാര്യങ്ങൾ ഞാൻ പാപ്പനോട് പറഞ്ഞിരുന്നല്ലേ. ആ കാര്യം എനിക്ക് സാധിക്കണം. നന്ദനെ ഒന്നും വിട്ട് എനിക്ക് ഒരിടത്തേക്കും പോവാൻ പറ്റില്ല. ഇതല്ല, നിന്റെ പിടിവാശി അതിമോഹങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇത് അതിമോഹമൊന്നും അല്ല, എന്റെ തീരുമാനങ്ങളാ. ആര് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് മാറാനും പോകുന്നില്ല. പാപ്പൻ വെറുതെ ഷൗട്ട് ചെയ്യണ്ട. എന്റെ ഏതാഗ്രഹത്തിനും കൂടെ നിന്നിട്ടുള്ള ആളല്ലേ പാപ്പൻ. ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം നടത്താൻ നോക്കുമ്പോ അത് അതിമോഹം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കരുത്. ഈ നാടും ഇവരെ ഒന്നും വിട്ട് ബെല്ലിക്ക് ഒരു ലൈഫില്ല. സർ, ഇതെല്ലാരും ഒന്നിച്ചിക്കേണ്ട സമയമോ? പരസ്പരം പഴിചാരി വഴക്കിട്ട വലിയ കുഴപ്പങ്ങളിലേക്കാ പോകാൻ പോകുന്നത്. കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാനീ പറയുന്നത്. അത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാ? പപ്പ പ്ലീസ് അങ്ങനെ പറയല്ലേ. ആദ്യം പാപ്പൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ
ഞാനത് പാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ ഒന്ന് നിക്ക്. പാപ്പൻ പേടിക്കാതെ. നമുക്ക് കുഴപ്പം വരുന്ന രീതിയിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ബെല്ല, നീയായിട്ടൊരു തീരുമാനം പറ. പേടിക്കാതെ വരുന്നതിനെ നേരിടുക. അതാ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാപ്പ, ടെൻഷൻ ആവണ്ട. ഞാനല്ലേ പറയുന്നേ. ഞാൻ ആദ്യം ഋഷിയോടൊന്ന് സംസാരിക്കാം. ബെല്ല, ഓരോ ഫോൺ കോളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. പാപ്പ, ഡോണ്ട് വറി. ഹരിയേട്ടൻ, ഞാൻ ഉറപ്പിച്ച് പറയാം, ഹരിയേട്ടൻ്റെത് വെറും സംശയങ്ങൾ മാത്രം. അരുന്ധതി ഇവിടെ വന്ന് ബഹളം വെച്ചത് കണ്ടത് ഞാനും ദേവികയുവാ. അത്രയും ഉള്ളിൽ തട്ടി തന്നെ അവള് പെരുമാറിയത്. അത് അഭിനയൊന്നുമല്ല. അഭിനയിക്കുന്നതല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്നവരാണ് പ്രഭാവതി നല്ല അഭിനേതാക്കൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഋഷി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് ഒരല്പം പോലും അലമുറിയോ നിലവിളിയോ ഒന്നും ആ വീട്ടിലുണ്ടായിട്ടില്ല. മകൻ മരിച്ച ഒരമ്മയുടെ രീതിയൊന്നും ഞാനിവിടെ കണ്ടില്ല. അത് ചിലപ്പോ കരഞ്ഞു കരഞ്ഞു മനസ്സ് മരവിച്ചു പോയതുകൊണ്ടാവും. ഞാനും അത് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞത്. സിതു, ഇനി നമുക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. നന്ദനൊന്നും വെളിപ്പെടുത്താനില്ല എന്നാണ് പറയുന്നത്. കുറ്റം ചെയ്ത കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. നന്ദന്റെ അഭിപ്രായത്തോട് ചേർന്ന് തന്നെയാണ് പ്രഭയും നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം നിയമത്തിന്റെ മുന്നിലേക്ക് പോട്ടെ. നന്ദനെ നാളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം. ഇനി കോടതി തെളിയിക്കട്ടെ. ഹരിയേട്ടൻ എന്താ പറഞ്ഞത്? നന്ദനെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നോ? യെസ്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. എന്റെ മോനെ ജയിലിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രഭേ, കുറ്റം ചെയ്ത എല്ലാവർക്കും അമ്മമാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ വാശി പിടിച്ചാലോ മക്കളെ ജയിലിലേക്ക് അയക്കില്ല എന്ന്? ഹരിയേട്ടൻ ഒന്നും പറയണ്ട, ഞാൻ സമ്മതിക്കില്ല. പ്രഭ, കരച്ചിലും ബഹളമൊന്നും വേണ്ട. നന്ദൻ നമുക്ക് മകനാണ്, അത് ശരി തന്നെയാ. പക്ഷെ സമൂഹത്തിൽ അവൻ കുറ്റവാളിയാ. ആ കുറ്റം നന്ദൻ വ്യക്തമായി സമ്മതിക്കുകയും ചെയ്തു. അമ്മേ, ഞാനൊരു MLA യാ. നാട്ടുകാർക്കൊരു മാതൃകയാവേണ്ട ആളാ. അമ്മ പ്രൊഫസറാ, അച്ഛൻ രാഷ്ട്രീയ നേതാവും. നമ്മൾ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോണം. ആരെന്തു പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. നന്ദനെ കൊണ്ടുപോവാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. അമ്മേ, കുറ്റം സമ്മതിച്ച് ഞാൻ പോലീസിന് കീഴടങ്ങാൻ തീരുമാനിച്ചാണല്ലോ. നന്ദ, അമ്മ ഇനി എതിർക്കണ്ട. അതുകൊണ്ട് കാര്യം
കാര്യമില്ല. എനിക്ക് സമ്മതം അങ്കിൾ. അച്ഛാ, നമുക്ക് നാളെ സ്റ്റേഷനിൽ ഹാജരാവാം. ബാക്കി നിയമം തീരുമാനിക്കട്ടെ. ഈശ്വര, ഇതെന്ത് പരീക്ഷണോ എന്റെ മോൻ. വേണ്ട, തീരുമാനത്തിന് മാറ്റമില്ല. സിദ്ധു, പ്രഭേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റില്ല. ശിക്ഷ എന്ന് പറയുമ്പോൾ അത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. വിഷമിക്കണ്ട. അമ്മേ, അമ്മ കരയല്ലേ? ഇത് അംഗീകരിച്ചേ പറ്റൂ. ഞാനൊരു 1000 വട്ടം പറഞ്ഞതാ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാന്ന്. സ്വയം കുഴിക്കരുതെന്ന്. നിനക്കപ്പ ലക്ഷ്യം കാണണം. നാളെ നേടാൻ പോകുന്നത് ചന്ദ്രത്തുകാരാ. നാളെ സിദ്ധാർത്ഥ നന്ദനെ പോലീസിന് മുന്നിൽ ഹാജരാക്കും. തെളിവെടുപ്പിന് വേണ്ടി കൊന്നു കുഴിച്ചു മൂടിയെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നന്ദനെ കൊണ്ടുപോകും. കുഴി തോണ്ടി പരിശോധിക്കുമ്പോഴേ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. നീയും നിനക്ക് കൂട്ടുനിന്ന കെവിനും ഇസബെല്ലെ ഞാനും ഒക്കെ കുടുങ്ങും. ആ ഹരികൃഷ്ണനെ അറിയാലോ, പേരും പെരുമയുള്ള ജഡ്ജാ. അങ്ങനെ ഒരാൾ ഇടപെട്ട കേസിനെ പൂർണ്ണ ഗൗരവത്തോടെയാവും പോലീസ് കൈകാര്യം ചെയ്യാൻ പോന്നെ. അമ്മ പേടിക്കുന്നത് പോലൊന്നും സംഭവിക്കില്ല. നീ ഇതെന്തുറപ്പിലായി പറയുന്നേ? നോക്കിക്കോ, നാളെ തീരും നിങ്ങളുടെ ഈ നാടകം. അമ്മയ്ക്കിപ്പോ കോടതിയും പോലീസും ജയിലും ഒക്കെ പേടിയാ. അതാ ഇങ്ങനൊക്കെ പറയുന്നത്. എനിക്ക് എന്നെ ഓർത്ത് ഒരു പേടിയില്ല. എന്റെ പേടി നിന്നെ ഓർത്തിട്ടാ. ഞാൻ ഉണ്ണാതെ ഉറങ്ങാതെ കാവലിരുന്ന നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേ. ആ നീ വഞ്ചന കുറ്റത്തിനൊക്കെ ജയിലിൽ പോകുന്നത് കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ പൊന്നുമോനല്ലേ, പറയുന്നൊന്ന് കേക്ക്. നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് നമുക്കിത് പറഞ്ഞു തീർക്കാം. അമ്മ വിളിക്കാം സിദ്ധാർത്ഥനെയോ ആ ജഡ്ജിനെയോ, ആരെന്ന് വെച്ച പോയി കാണാം. ഒന്ന് നിർത്തമ്മേ. ഹലോ, നീ എന്താണ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് പോയത്? ഇസബെല്ല, ആ ജഡ്ജി ഹരികൃഷ്ണൻ വീണ്ടും ഇവിടെ വന്നു. എന്തിന്? എന്താ കാര്യം? എല്ലാത്തിനെയും അഴിയണിക്കാൻ. നീ എന്തായി പറയുന്നേ? നന്ദനെ നാളെ പോലീസിൽ ഹാജരാക്കാൻ പോവാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. ഇല്ലേ? എന്നാ പറയാം. മുൻ MLA സിദ്ധാർത്ഥനും ഇപ്പോഴത്തെ MLA ദേവികയും കൂടി അരുന്ധതിയുടെ മകൻ ഋഷിയെ കൊന്ന കേസില് നന്ദനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നു. അതോടെ വിശദമായ അന്വേഷണം തുടങ്ങും. എല്ലാവരും അകത്താവും.
ഏതെല്ലാവരും? നീയും ഞാനും ഉൾപ്പെടെ എല്ലാവരും. നന്ദൻ നിന്റെ ഉള്ളം കയ്യിലാണെന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ടിപ്പോ എന്തേ ഇതൊന്നും അറിയാൻ പറ്റിയില്ലേ? നിനക്കും കെവിനും ഒക്കെ ചന്ദ്രത്ത് നല്ല സ്വാധീനം ഉണ്ടായിരുന്നതല്ലേ? പ്രഭാവതിയെ വശത്താക്കി എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ടും ഇങ്ങനൊരു അപകടം മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ.